പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മളെല്ലാരും കുട്ടികളെ കൺട്രോൾ ചെയ്യണം അല്ലെ? എല്ലാം അത് നീ ഇങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ആക്കണം, അത് അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. കുട്ടികൾക്ക് ഈ കൺട്രോൾ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ 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 മാത്രമേ ചെയ്യൂ? നീ 6 മണിക്ക് എണീക്കണം, 7 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, 8 മണിക്കുള്ളിൽ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ടാവണം, 8:30-ക്കുള്ളിൽ കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഉമ്മർത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചെയ്യോ? എവിടെ? നമുക്ക് ആർക്കും ചെയ്യാൻ തോന്നൂല. എന്ത് കാരണം? ആരെങ്കിലും നമ്മളോട് ഈ രീതി പറഞ്ഞാൽ അന്ന് പറ്റുവാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കൂടി, ഉറക്കം വന്നില്ലേലും അവിടെ കിടക്കും. എന്താ കാരണം? ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എല്ലാവരിലും അത്രയും ഇതാണ്. മനസ്സിലായില്ലേ? എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയണോ അത് തന്നെ ചെയ്യാനുള്ള ത്വര നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ നിങ്ങളുടെ മക്കളിലും പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എങ്ങനെയാ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടാവുക? ഇതിന്റെ ബേസിക് എന്തെങ്കിലും പറഞ്ഞോ? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ പുറകിലുള്ള മെയിൻ റീസൺ എന്താ അറിയോ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവരെ കേൾക്കാൻ മാത്രം നിങ്ങൾ അവരോടൊരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്നറിയോ? ഞാൻ പറയും നീ കേൾക്കും അല്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് പറയാ എന്താ, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? സത്യത്തിൽ ചോദിക്കേണ്ടത് ഞാൻ വ്യക്തമായി പറഞ്ഞോ എന്നാണ്. മറ്റേ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക എന്നുള്ള, നിങ്ങളുടെ കാര്യം മറ്റേ ആൾക്ക് മനസ്സിലാവുമ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് നേരായ വഴിക്ക് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എന്ന് അർത്ഥമുള്ളൂ. അതല്ലാതെ മറ്റേ ആൾക്ക് ഒന്നും മനസ്സിലാവും, ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവില്ല അല്ല. അവിടെ കേൾക്കുന്ന ആളുടെ അല്ല തെറ്റ്, പറയുന്ന ആളുടെയാ തെറ്റ്. അപ്പൊ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് തന്റെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരിലേക്ക് അത് എനിക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നത് ചിന്തിക്കാൻ പാരന്റ്സ്. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഒന്നും മനസ്സിലാക്കൂല എന്ന് നിങ്ങൾ ബഹളം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറയുന്നതിൽ മാറ്റം വരുത്ത്. നിങ്ങൾ അതിൽ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർവർഡ് എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കേ. നിങ്ങൾ അവര് പറയുന്നതെല്ലാം ക്ഷമയോടെ കേൾക്കാറുണ്ടോ? അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? അവരെന്താണ് അവര് പറയുന്നതിന് മുമ്പ് നിങ്ങൾ തലയിൽ ഉത്തരങ്ങൾ കണ്ടെത്തല്ലേ? ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വേറെ ഒന്നിനെ പറ്റിയും തലയിൽ ചിന്തിക്കാതെ പറയുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുക, അവരുടെ കണ്ണിലേക്ക് നോക്കുക, അവര് പറയുന്നതിന് 100% 1000% ശബ്ദം കൊടുക്കുക. അത് അവര് പറയുന്ന അതേ വികാരത്തിലും എന്താണോ അവര് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് ഒരു പാരന്റിന്റെ കടമ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ? അതില്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവില്ല. എന്റെ നെയ്ബർഹുഡിൽ നടന്ന ഒരു കാര്യം പറയാം. 7ൽ പഠിക്കുന്ന ഒരു കുട്ടി, ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ്. അവിടെ ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ അവൻ പുതിയ സൈക്കിളും കൊണ്ട് പോയിട്ട് സ്പീഡിൽ, ഇപ്പോഴത്തെ സൈക്കിളിനൊക്കെ എന്താണ് മറ്റേ ഇതല്ലേ, ഗിയർ ഉള്ളതാണല്ലോ, അത് വെച്ച് സ്പീഡിൽ താഴേക്ക് വന്നപ്പോ ചരലിൽ കുടുങ്ങിയിട്ട് വണ്ടിയും അവനും കൂടി വീണു. അതിന്റെ ഹാൻഡിൽ ബാർ ആ കുട്ടിയുടെ തൊടയിൽ തുളച്ച് കയറി. ഇത് കയറിയിട്ട് ആ കുട്ടിക്ക് എണീക്കാനും പറ്റുന്നില്ല. അത്യാവശ്യം കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അതിങ്ങനെ കഷ്ടപ്പെട്ട് എണീക്കുന്ന സമയത്ത് അടുത്തു കൂടി പോയ ഒരാൾ ആ കുട്ടിയോട് ചോദിച്ചതാണ്, മോനെ എണീക്കെന്നൊക്കെ പറഞ്ഞ് എണീറ്റ് ഇരുത്തിയിട്ട് പറഞ്ഞു, അച്ഛന്റെ അമ്മയുടെ നമ്പർ തന്നെ ഞാൻ വിളിക്കാം, അവര് നിന്നെ വന്ന് കൊണ്ടുപോകുന്നു. ആ കുട്ടി ആദ്യം പറഞ്ഞ എന്താ പറയാ, വേണ്ട വേണ്ട വേണ്ട, ഇനി ജീവിതത്തിൽ എനിക്ക് എന്റെ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. അവരെ വിളിച്ച എന്റെ ഫ്രണ്ടിന്റെ അമ്മയെ വിളിച്ചോളൂ, എന്റെ തൊട്ട വീട്ടിലാണ്, എന്റെ ഫ്രണ്ടിന്റെ അമ്മയെ വിളിച്ചോളൂ, അവരിത് കൈകാര്യം ചെയ്തോളൂ. അപ്പൊ ആ പാരന്റ്സിന്റെ അവസ്ഥ എന്താണ്, നിങ്ങൾ എന്താണ്, വാട്ട് ഡു യു ഗിവ് യുവർ ചൈൽഡ്? അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഈ കണ്ണില് നോക്കി സംസാരിക്കുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ കണ്ണില് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ കൂടി പോകുന്ന എല്ലാ ചിന്തകളും നിങ്ങൾക്ക് ആ കണ്ണില് കാണാൻ പറ്റും. അവരുടെ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിനാണ് അവരുടെ മുഖഭാവം, ഈ കവിള് അനങ്ങുന്നുണ്ടോ, കണ്ണ് അനങ്ങുന്നുണ്ടോ, കണ്ണിൽ വെള്ളം നിറയുന്നുണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ കണ്ണ് നോക്കി സംസാരിക്കണം.
ഞാൻ UP LP ക്ലാസ്സിലുള്ള പാരന്റ്സിന് ക്ലാസ് കൊടുക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവരുടെ ദിവസത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ടും കേൾക്കാറുണ്ട് എന്ന് എല്ലാ പാരന്റ്സ് പറയും. ഞാൻ പറയും വെരി ഗുഡ്, എങ്ങനെയാ നിങ്ങൾ കേൾക്കുക? ശ്രദ്ധയോടെ കേൾക്കും മാഡം, ശ്രദ്ധയോടെ കേൾക്കും. അപ്പൊ ഞാൻ ചോദിക്കാം എങ്ങനെയാന്നൊന്ന് പറയാമോ? അല്ല മാഡം ഞങ്ങൾ കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. ശരി, അപ്പൊ ഞാൻ ചോദിക്കും വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഒരു പ്ലേറ്റിൽ നിങ്ങൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കും, ഇതെല്ലാം ചെയ്യും, അങ്ങനെയല്ലേ? അപ്പൊ അവരോട് അടുപ്പ് പാതകത്തിൽ ഇരുന്നിട്ട് അതല്ലെങ്കിൽ അടുക്കളയിൽ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ ചായ ഉണ്ടാക്കും, അവരോട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറയും. അങ്ങനെയല്ലേ കേൾക്കുക? ആ മാഡം കൃത്യമായിട്ട് അപ്പോഴാണ് മാഡം എന്റെ അടുക്കളയിൽ വന്ന മാതിരിയാ പറയുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് ഐ ടു ഐ കോണ്ടാക്ട് ഉള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും വിഴുങ്ങിയ നിങ്ങൾ എങ്ങനെ അറിയും? ഈ വിഴുങ്ങിയതിലായിരിക്കും ആ കുട്ടിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സങ്കടം. അത് നിങ്ങൾ അറിയണമെങ്കിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാലേ പറ്റുള്ളൂ. ആ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കണ്ടേ നീ ഇപ്പൊ എന്തോ വിഴുങ്ങിയില്ലോ, അതെന്താണ്? അങ്ങനെയല്ല. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. വെയിറ്റ് ചെയ്യാം. ആ കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റിലെത്തുമ്പോ ചോദിക്കുക, അപ്പളേ നീ ഈ ഒരു കാര്യം പറഞ്ഞില്ല, അത് അമ്മയ്ക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അച്ഛനത് ശരിക്കും മനസ്സിലായില്ല, എന്തായിരുന്നു അത്? ഒന്നും കൂടി പറയും. അമ്മയ്ക്ക് അത് വിട്ടുപോയി, അത് കൃത്യമായിട്ട് മനസ്സിലായില്ല, നീ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നോണ്ട് ഞാൻ നടുക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് ചോദിക്കാൻ ഞാനാ. അപ്പൊ വീണ്ടും അതിലേക്ക് വരുമ്പോ ആ കുട്ടിക്ക് സത്യം പറയേണ്ടതായിട്ട് വരും. അപ്പോഴായിരിക്കും നിങ്ങൾ ആ കുട്ടി ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്, എന്തോ വിഷമമുണ്ട്, ടീച്ചർ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ആ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്. പലപ്പോഴും ഇതിങ്ങനെ തോണ്ടിയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ആ കുട്ടിയെ തീർത്തും നമ്മൾ അവഗണിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ അത് ചെയ്യേണ്ടത്. ആ കാര്യം നമ്മൾ എപ്പോഴും നോക്കണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു, അവർക്ക് എവിടെയെങ്കിലും ഒരു അബദ്ധം പറ്റി, അത് പറ്റി പറയുമ്പോ ഉടനെ അതല്ലെങ്കിൽ പറയാ നിന്റെ കയ്യിലിരിപ്പ് കാരണം ഉണ്ടല്ലോ ഇത്രയേ സംഭവിച്ചുള്ളൂ, ഞാൻ ഇതിലും വലുതൊക്കെ പ്രതീക്ഷിച്ചു. ഈ രീതിയിലാണ് നിങ്ങൾ പറയുന്നത് എങ്കിലും ഇതേ പ്രശ്നമുണ്ട്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാം? നിങ്ങൾക്കറിയോ ഈ സെക്ഷലി അബ്യൂസ് ചെയ്ത ഒട്ടുമിക്ക കുട്ടികളും അതിന്റെ ആദ്യഘട്ടത്തിൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാരന്റ്സ് അതിന് പറഞ്ഞിട്ടില്ല. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെ പറ്റിയതെന്ന്. ബസ്സിലെ തോണ്ടൽ ഫോർ എക്സാമ്പിൾ, തിങ്ങി നിറഞ്ഞ എങ്ങനെയാ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുക? അപ്പോ കുട്ടികൾ പറയുമ്പോ അവരത് അനുഭവിച്ച മാനസിക വ്യഥയാണ് നിങ്ങളോട് പറയണേ. ആ സമയത്ത് അവർക്ക് അവരോട് തന്നെ തോന്നിയ അവജ്ഞ, അവരനുഭവിച്ച ഫ്രസ്ട്രേഷൻ, ഇതൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ വേറെ ലോകത്ത് ആരാ ഉൾക്കൊള്ളുക? കുഞ്ഞുങ്ങളുടെ ഏറ്റവും അധികം ഉന്നമനം എന്ന് വിചാരിക്കുന്ന ആകെ 2 പേരെ ഈ ലോകത്തുള്ളൂ, അത് അച്ഛനും അമ്മയാണ്. നിങ്ങളെ പോലെ വേറെ ഒരാൾക്കും ആ കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് പ്ലീസ് കുട്ടികൾ പറയുമ്പോ എന്ത് പണിയുണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഇടും, അതെല്ലാം പിന്നെയും ചെയ്യാം. അപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. Just sit with them, listen to them. അവർക്ക് പറയാനുള്ളത് ക്ഷമയോടുകൂടി കേൾക്കാം. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേമാതിരി കേൾക്കാം. അല്ലാതെ അതിന്റെ മുകളിൽ അതൊക്കെ എനിക്ക് പണ്ടേ അറിയാം, ഈ സർക്കാസം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് എന്തോരം മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. അതുകൊണ്ട് പ്ലീസ് അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക, അവരുടെ കൂടെ ഇരിക്കുക, അവരെ ഉൾക്കൊള്ളുക. എന്താണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുക? അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ബഹളം വെക്കിന്ന് പറയാം. അതല്ലെങ്കിൽ പറയാ നാളെ ഞാൻ വരാം, അതിലെ ആളാരാണോ ഞാൻ കണ്ട് സംസാരിക്കാന്ന്. ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് തോന്നിക്കേണ്ടത് എത്രമാത്രം അത്യാവശ്യമാണെന്ന് അറിയും. എനിക്ക് എന്ത് വന്നാലും എന്റെ അച്ഛനമ്മ എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ലോകത്തിന് മുഴുവൻ ആ കുട്ടിക്ക് നേരിടാനുള്ള ഒരു ധൈര്യമാണ് അവിടെ കിട്ടുന്നത്. അത് കൊടുക്കേണ്ടത് അച്ഛനമ്മമാരാ. നിങ്ങൾ എല്ലാവരും പത്രത്തിൽ വായിച്ചില്ലേ, 3 കുട്ടികള്, എനിക്കൊന്ന് ആലപ്പുഴയിൽ നിന്നാന്ന് തോന്നുന്നു, ആലപ്പുഴയിൽ നിന്ന് 3 ഫ്രണ്ട്സ് അവരുടെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ അവര് ഒളിച്ചോടിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്ക് RPF അവരെ പിടിച്ചു.
അപ്പൊ അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ വീട്ടിൽ നിന്ന് കിട്ടാത്തതെല്ലാം എന്റെ ബോയ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പോയതെന്ന്. പിന്നീട് ആ പോലീസുകാരിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ അന്വേഷിച്ചപ്പോഴാണ് 4 കുട്ടികളാണ് ഇവര് ഫ്രണ്ട്സ്. അതിൽ 3 പേരാ ഒളിച്ചോടി, അതിൽ ഒരു കുട്ടി ബാക്കിയുണ്ട്. ആ കുട്ടി എന്തേ ഇവരുടെ കൂടെ ഒളിച്ചു പോവാൻ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അവള് ഞങ്ങളുടെ കൂടെ വന്നില്ല, അവൾക്ക് ബോയ് ഫ്രണ്ടും ഇല്ല എന്ന് പറഞ്ഞു. ഇയാള് ആ കുട്ടിയെ അന്വേഷിച്ച് കണ്ടുപോയി ആ കുട്ടിയോട് സംസാരിച്ചു. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടിയോട് പോയി സംസാരിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എനിക്ക് ഇന്ന് വരെ ഒരു ബോയ് ഫ്രണ്ടിനെ വേണമെന്ന് തോന്നിയിട്ടില്ല. എന്റെ വീട്ടിൽ എന്നെ ഭയങ്കര വിശ്വാസം, എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്റെ വീട്ടിൽ നിന്ന് തരുന്നുണ്ട്. ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് എന്റെ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കാം, അവരെന്നെ തെറ്റിദ്ധരിക്കില്ല, എന്നെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ എന്നെ നോക്കില്ല. പൂർണ്ണമായിട്ട് എനിക്ക് അവരെ വിശ്വാസമാണ്, അവർക്ക് എന്നെയും വിശ്വാസമാണ്. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് കാര്യത്തിനും എന്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്നവരാണ് എന്റെ പേരൻസ്. എനിക്ക് പിന്നെ എന്താണ് വേണ്ടത്? ഞാൻ എന്തിനാണ് പുറമെ ഇത് അന്വേഷിച്ചു പോകേണ്ടത്? ഇതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ നിന്ന് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പുറമെ അവരെന്തിനാണ് അന്വേഷിച്ചു പോകേണ്ട ആവശ്യം? അവർക്ക് അതിന്റെ ആവശ്യമില്ല, എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കുട്ടികളായാലും തെറ്റുവരുത്തും അല്ലേ? നമ്മൾ ഇത്ര വലുതായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ തെറ്റുവരുത്തുന്നില്ലേ? എത്ര പേരെ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള തെറ്റുകൾ വരുത്തുന്നുണ്ട്. ആ തെറ്റിനെ പെരുപ്പിച്ച് കാണാതെ, അത് എന്തോ വലിയ അബദ്ധം, എന്താ പറയാ, ലോകമണ്ടത്തരം ചെയ്തു എന്നുള്ള രീതിയിൽ പറയാതെ തെറ്റുപറ്റും. പക്ഷെ സാരമില്ല, എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയില്ല, എന്താണ് അതിൽ നിന്ന് നീ പഠിച്ച പാഠം? ഇനി മുന്നോട്ട് അത് ചെയ്യാതിരിക്കാൻ എന്താണ്, വാട്ട് ഇസ് ദ ലെസൺ യു ലേൺഡ്? അതിൽ നിന്നും നിനക്ക് കിട്ടിയ പാഠം എന്താണ്? ഇനി ഇതേ ഒരു സാഹചര്യം വീണ്ടും കിട്ടുകയാണെങ്കിൽ നീ ഇത് ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാ ചെയ്യാം? വ്യത്യസ്തമായിട്ട് നിനക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? അപ്പൊ എന്തായി, കുട്ടി ആലോചിക്കും, ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത് എനിക്ക് അബദ്ധം പറ്റി, അടുത്ത പ്രാവശ്യം ഇങ്ങനെ പറ്റുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെല്ലാം ചെയ്താലാണ് ഇത് അബദ്ധമല്ലാതെ ശരിയായിട്ട് വരിക? അങ്ങനെ ചിന്തിക്കും ആ കുട്ടി. ആ രീതിയിൽ അത് ചിന്തിക്കുമ്പോഴാണ് അതിന് ഇനി മുന്നോട്ടേക്ക് ഏതൊരു പ്രശ്നം വരുമ്പോഴും അത് ചെയ്യുന്നതിന് മുമ്പ് 1-2 വട്ടം അത് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് വേണം കിട്ടാൻ. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു പിള്ളകളിയല്ല. സത്യത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള, ഒരുപാട് ക്ഷമയും സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താലും മാത്രമാണ് നമുക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങളാണ് അവരുടെ റോൾ മോഡൽസ്. അപ്പോ ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ഓർക്കുക, നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ ഇങ്ങനെ എന്താ പറയാ, സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കാനായിട്ട് അവർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട്. ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും നിങ്ങൾ വീട്ടിൽ ബിഹേവ് ചെയ്യുമ്പോഴും എല്ലാം ഓർക്കുക, ഇത് മക്കള് കാണുന്നുണ്ടെന്നും നാളെ അവരത് അതേപോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും. നിങ്ങൾ വാട്സപ്പിൽ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയാണ്, സോഫയിലിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നത്. എന്നിട്ട് ആ കുട്ടിയോട് എന്തോ ചോദിച്ചു. ഈ കുട്ടി തല പോലും പൊക്കി അച്ഛനെ നോക്കിയില്ല. അച്ഛന്റെ കടി എവിടുന്നാ വന്നതെന്ന് അറിയില്ല. ഒറ്റപ്പെടുത്തി ഫോൺ വാങ്ങി എറിയാൻ പോയപ്പോ ആ കുട്ടി പറയാ, അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനോ അമ്മയോ അച്ഛനോട് സംസാരിക്കുമ്പോ മുഖമുയർത്തി അച്ഛൻ ഞങ്ങളെ നോക്കാറുണ്ടോ? ഞങ്ങൾ എന്താണെന്ന് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇതാണ് റോൾ മോഡൽ. ഈ ഒരു സംഭവത്തിനെ സ്നബിങ് എന്ന് പറയും. അതായത് മറ്റൊരാള് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ രീതിയിൽ ഫബ്ബിങ്, PHUBBING, അത് ഫോണും സ്നബിങ്ങും കൂടിയിട്ടുള്ള ഒരു വാക്കാണ്. ഇതൊക്കെ ഇപ്പൊ ഡിക്ഷണറിയിലും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പൊ ആ വാക്ക് ഇതാണ്. എന്താണ് കാരണം? ഫോൺ ഉപയോഗിച്ച് നമ്മൾ ആൾക്കാരെ അവഗണിക്കുന്ന പരിപാടി. ഇത് നിങ്ങളുടെ ഭാര്യനെ ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറ്റപ്പോക്കാണ്. മക്കളോട് കാണിച്ച അവരിത് തന്നെ തിരിച്ച് നിങ്ങൾക്കും തരും. ഞാൻ നേരത്തെ സുധാമൂർത്തിയുടെ സ്റ്റോറി പറഞ്ഞ മാതിരിയാ, എന്താണോ നിങ്ങൾ കൊടുത്ത അത് തന്നെ. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്നാ പറയാ. നിങ്ങൾ എന്താണോ പുറമേക്ക് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കാം. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഇത്രയും ഭാഗം, ഈ നെറ്റിയുടെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇതിനെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം.
ഇതാണ് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗം. ഈ ഭാഗം മുമ്പൊക്കെ 18 വയസ്സാകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും വളർന്നിരുന്നു. എന്നാൽ ഇന്ന് 25 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് വളരുന്നുള്ളൂ. ഈ ബ്രെയിൻ ആണ് നമ്മളെ റീസണിങ് ആൻഡ് ലോജിക്കൽ ബ്രെയിൻ എന്നെല്ലാം പറയുന്നത്. റീസണിങ് ബ്രെയിൻ, ലോജിക്കൽ ബ്രെയിൻ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഇത് വേണോ, ഇത് ശരിയാണോ, ഞാൻ നല്ലതാണോ, ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന ബ്രെയിൻ. ഇത് നിങ്ങളുടെ ടീനേജറിൽ വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ പലതും എടുത്തു ചാടി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അബദ്ധം പറ്റുമ്പോ അവിടെ ഇരുന്ന് മോങ്ങും, അല്ലെ? അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വിചാരിക്കും. എന്തിനാണ് ഇവര് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സ്പീഡില് ഹെൽമെറ്റ് പോലും ഇല്ലാതെ മുട്ടയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് പറപ്പിച്ചു പോകുന്നത്? ഇത് തന്നെ ലോകര് മുഴുവൻ അവരെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് അവരുടെ വിചാരം. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം ഇല്ല, സെൽഫ് എസ്റ്റീം തീരെ ഇല്ല. അപ്പോ ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊടുത്താൽ അത്തരം കുട്ടികളൊന്നും ഇതുപോലെ ബൈക്ക് പിടിച്ച് ഇങ്ങനെ പോവില്ല. 18 വയസ്സ് പോലും തികയാതെ ബൈക്ക് എടുത്ത് പോകുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. അത് പ്രോത്സാഹിപ്പിക്കുന്ന പല പേരൻസും ഉണ്ട് എന്നും നിങ്ങൾക്കറിയാം. ആ ലെവലിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, അവിടേക്ക് നമ്മൾ പോയാൽ എവിടെ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ എന്താ പറയാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോണിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാം. ഇന്ന് ഏറ്റവും അധികം ഡിവോഴ്സ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മളുടേത്. ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് ആണ്. ഭാര്യ ഒരു വശം കാമുകനോട് മിണ്ടുന്നു, ഭർത്താവ് ഇനി ഒരു വശം വേറൊരു സ്ത്രീയോട് മിണ്ടുന്നു. ഇങ്ങനെ പല പല റിലേഷൻഷിപ്സ്, സ്വന്തം വീട്ടിലുള്ള ഭാര്യനെയും ഭർത്താവിനെയും നോക്കാതെ പുറമെ പല റിലേഷൻഷിപ്സ്. ഇതില് ഇവിടെ എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ പോലും പറഞ്ഞത് മകൻ അമ്മയുടെ ഫോണിൽ ട്രാക്കിംഗ് വെച്ചു എന്നുള്ളതാണ്. അപ്പോ ആ ലെവലിൽ അവർക്ക് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, നിങ്ങളുടെ കോൺവെർസേഷൻ അവന്റെ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം വരെ ഉണ്ട്. അപ്പോ ഇന്ന് പോയിട്ട് നിങ്ങളുടെ ഫോണിൽ ഇതിനു വേണ്ടി തപ്പി നോക്കൊന്നും വേണ്ട. പക്ഷെ ഞാൻ പറയുന്നത് നമുക്കറിയാത്ത പല കാര്യങ്ങളും കൂടി അവർക്കറിയാം. അപ്പോ നല്ല മര്യാദയ്ക്ക് മക്കളെ വളർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വേണ്ടാധീനങ്ങൾക്ക് പോകാതിരിക്കുക. അതാണ് അവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഒട്ടും സമയമില്ല, അല്ലെ? സ്കൂള്, ട്യൂഷൻ, എൻട്രൻസ്, ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒന്നിനും സമയമില്ല. ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും സമയമില്ല. അതിന്റെ ഇടയിലാണ് അവർ ഈ ഫോൺ നോക്കുന്നത്. കാരണം അത് മാത്രമേ ഉള്ളൂ അവർക്കൊരു ഇത്തിരി റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യം. രജീഷ് ജി, 8 മണി ആവാറായി. ഞാൻ ഇത്തിരി ഒരു 5 to 8 minutes എടുത്തോട്ടെ പ്ലീസ്. താങ്ക് യു. അപ്പോ 8 o'clock വരെയാണ് എന്നോട് ടൈം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചത്. അപ്പോ ഈ രീതിയിൽ ഈ ട്യൂഷൻ ഇതെല്ലാത്തിനും പോകുന്ന കുട്ടിക്കുള്ള ആകെ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഈ മൊബൈലാണ്, അല്ലെങ്കിൽ ടാബ്ലറ്റ്, വാട്ടെവർ. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വളർന്നു വരുന്ന ടീനേജേഴ്സ്, ഇന്ന് ടീനേജിന് മുമ്പേ തന്നെ പെൺകുട്ടികൾക്കെല്ലാം എല്ലാവരും വയസ്സറിയിക്കുന്നുണ്ട്. മുമ്പൊക്കെ 12 വയസ്സിൽ വയസ്സറിയിച്ചിരുന്നത് ഇന്ന് 8ഉം 9ഉം വയസ്സിൽ വയസ്സറിയിക്കുന്നുണ്ട്. നമ്മളുടെ ഭക്ഷണത്തിലെ മാറ്റങ്ങളാണ് അതിന് കാരണം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശബ്ദം മാറുന്നുണ്ട്, മീശ താടി ഇത്യാദികൾ വരുന്നുണ്ട്. അവര് വലിയൊരു മനുഷ്യനെ പോലെയുള്ള ശാരീരിക എല്ലാ മാറ്റങ്ങളും അവരിൽ സംഭവിക്കുന്നത് ഈ ടീനേജ്, ഈ ഒരു പ്രായത്തിലാണ്. ഈ പ്രായത്തിൽ ഈ കാര്യങ്ങൾ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ജനിച്ച ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ 1 വയസ്സിന്റെ ഉള്ളിലാണ് ഏറ്റവും പെട്ടെന്ന് വളർച്ച പ്രാപിക്കുന്ന സമയം. അതേപോലെയാണ് ഈ ടീനേജ് കാലഘട്ടത്തിലാണ് അവർ ഏറ്റവും പെട്ടെന്ന് പിന്നെ വളരുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ കുഞ്ഞായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും വലുതായി പോകുന്നത് അവരുടെ ശരീരത്തിൽ അത്രമാത്രം ഹോർമോണുകൾ അടിച്ചു കയറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ടീനേജ് എന്ന് പറയുന്ന പ്രായം. ആ സമയത്ത് ഈ പെട്ടെന്ന് ഇവരുടെ ശരീരത്തിലേക്ക് വന്നു കയറുന്ന ഈ സാധനം മാനേജ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ഇത് വന്നു കഴിയുമ്പോൾ അവരിൽ പല രീതികളിലുള്ള എന്താ പറയാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ മാനേജ് ചെയ്യാൻ അവർക്ക് ഒരു ഐഡിയയും ഇല്ല. ഈ സമയത്ത് ആ
എനർജിനെ നല്ല രീതിയിൽ അവർ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്താണ് അവർ പോയി പോൺ വീഡിയോസ് കാണാം, എന്താ പറയാ, ലവ് അഫെയറിൽ വീഴ, വേണ്ടാധീനങ്ങൾ പലതും ചെയ്യാൻ പോകും. കാരണം അവരുടെ ഉള്ളിൽ അത്രമാത്രം എനർജി ഉണ്ട്. ഈ എനർജി എവിടെയെങ്കിലും കൊണ്ട് അവർക്ക് ചെലവാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ ആ എനർജി ചെലവാക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ട്യൂഷനുകളും ഇഷ്ടംപോലെ എൻട്രൻസ് കോച്ചിങ്ങും അല്ല. ഈ സമയം നിർബന്ധമായിട്ടും നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ഫുട്ബോള്, ക്രിക്കറ്റ്, അല്ലെങ്കിൽ ജിം, അല്ലെങ്കിൽ ഡെയിലി എക്സസൈസ്, സൈക്ലിംഗ്, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ശരീരം നല്ല അധ്വാനിക്കണം. അങ്ങനത്തെ എന്തെങ്കിലും അരമണിക്കൂർ അവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പൊ അവരുടെ ആ എനർജി മുഴുവൻ അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ വേണ്ടാധീനം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. ഇതിന്റെ കൂടെ തന്നെ നല്ല ഹോബീസ്, നമ്മള് 9ാം ക്ലാസ് ആവുമ്പോഴത്തേക്കും തന്നെ അവരുടെ സ്പോർട്സ് എല്ലാം കട്ട് ചെയ്യും. പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയാലും ഡാൻസ്, പാട്ട്, വയലിൻ, എന്ത് തന്നെയുണ്ട് അതെല്ലാം കട്ട് ചെയ്യും. എന്താണ്, 10ാം ക്ലാസ് ആയി, 9ാം ക്ലാസ്സിനെ പ്രിപ്പയർ ചെയ്യണം, അതല്ലെങ്കിൽ ശരിയാവില്ല. ഇത് വിചാരിച്ചിട്ട് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹോബീസ് എല്ലാം മതിയാക്കും. നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഹോബികൾ, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഈ എക്സസൈസ്, ഇതെല്ലാം അവർക്ക് ഉണ്ടെങ്കിലാണ് അവരുടെ ബുദ്ധി, അവരുടെ ഓർമ്മ എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. അതെല്ലാം അവർക്ക് കൂടുതൽ അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അതിന്റെ സത്യം. അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുക, ചെന്നൈക്ക് നിങ്ങൾ കയറി വായിച്ചു നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം എത്രമാത്രം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. സ്കൂളുകൾ പോലും 10ാം ക്ലാസ് എത്തിയ പീരീഡ് കട്ട് ചെയ്യുന്ന കാലമായത്. അതുകൊണ്ടാണ് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇന്ന് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ആ എനർജി അവരുടെ ഉള്ളിലില്ല. ഇപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വേണ്ടാത്ത പല കാര്യങ്ങളിലും പോയി അവരെടുത്ത് ചാടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ എനർജി അവര് ഉപയോഗിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല? വീട്ടുജോലികൾ എന്തുകൊണ്ട് ചെയ്യിക്കുന്നില്ല? ഞാനോ കഷ്ടപ്പെട്ടു, ഇനി എന്റെ മക്കളും കൂടി കഷ്ടപ്പെടരുത്, അല്ലെ? നല്ല ബെസ്റ്റ് ഐഡിയ. അത് ചെയ്യാതിരിക്കുക. നാളെ അവർ സ്വന്തമായിട്ട് ഒരു ജോലിക്കോ പഠിക്കാനോ ആയിട്ട് വേറെ എവിടെ പോയാലും ഇതെല്ലാം അവർക്ക് വേണ്ടേ? വീട് വൃത്തിയാക്കാൻ പഠിക്കണ്ടേ? ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? സ്വന്തം തുണി നനയ്ക്കാൻ പഠിക്കണ്ടേ? ഇസ്തിരി ഇടാൻ പഠിക്കണ്ടേ? ഇതൊക്കെ ആവശ്യമല്ലേ? ഇതൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമുള്ളതാ. ഒരു പഠനം നടത്തിയിട്ട് അവര് പറഞ്ഞൊരു കാര്യം, നമ്മുടെ കുട്ടികളെല്ലാം സത്യത്തില് നമ്മൾ അവരുടെ ബുദ്ധിയുടെ വളർച്ച വെച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചും 11 വയസ്സിന്റെ ഉള്ളില് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു വീട് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാനുള്ള കഴിവുണ്ടാവുന്നു. ആ കുട്ടിയെ ഒരു കമ്പനി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ കമ്പനി ആ കുട്ടിക്ക് നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ പറ്റുന്ന. ഞാൻ എവിടെയോ വായിച്ചു, ഒരു വീട്ടിലെ ഒരു അച്ഛൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മാസം ചെലവിനുള്ള പൈസ ഒരു മകനെ ഏൽപ്പിക്കും. എന്നിട്ട് ആ ചെലവ്, ആ പൈസ, ആ മാസത്തെ മൊത്തം ചെലവ്, എല്ലാ ചെലവുകളും ആ മകൻ നടത്തണം. ഫൈനാൻസ് മാനേജ്മെന്റ് പഠിപ്പിക്കൽ അങ്ങനെയാണ്. കുറെ പൈസ കയ്യിലുണ്ട്, അപ്പൊ ഇനി ഇതെന്തും ചെയ്യാന്ന് വിചാരിക്കാതെ അതിനെ ഓരോന്നിനും അലോക്കേറ്റ് ചെയ്യാൻ, വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാൻ ഇത്ര, അരി വാങ്ങാൻ ഇത്ര, സാധനം വാങ്ങാൻ ഇത്ര, ഇങ്ങനെ ഓരോന്നിനും മാറ്റി മാറ്റി വെക്കാൻ പഠിക്കുന്നത്. അതാണ് ഫൈനാൻസ് മാനേജ്മെന്റ്. ഇത് വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. അത് വീട്ടിൽ നിന്ന് നിങ്ങളാണ് പഠിപ്പിക്കേണ്ടത്, പാരന്റ്സ് എന്ന നിലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് അങ്ങനത്തെ ഓരോ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ഇതുപോലെ വീട്ടിലെ കാര്യങ്ങളിൽ സഹായിക്കുന്നത്, ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഫോൺ നോക്കാൻ അധികം സമയം ഉണ്ടാവില്ല. നിങ്ങളുടെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞ പരാതി ഉണ്ടല്ലോ, 24 മണിക്കൂറും ഫോണിലാണ്, അതിനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. അപ്പോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ജീവിതത്തിന് വേണ്ട, അവര് വളർച്ചയ്ക്ക് അവരെ സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ പഠിക്കുകയും ചെയ്യും. അവരവരുടെ എല്ലാം സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യും. അതേ സമയത്ത് 24 മണിക്കൂർ ഈ ഫോണിന്റെ മുന്നിൽ കളിക്കൂല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും ആലോചിക്കുക. പിന്നെ കുറച്ച് വാക്കുകളുണ്ട്. ഈ പാരന്റ്സ് അറിയേണ്ട ഒന്നാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഈ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെല്ലാം ഡിജിറ്റൽ ഫുട് പ്രിന്റ്
അവശേഷിപ്പിക്കും, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്ന് മക്കളോട് പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാരന്റ്സിനുള്ളതാണ് ഈ ഷെയറിങ്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചു ജനിച്ച ഉടനെ അതിന്റെ ഫോട്ടോ, അടുത്തത് അത് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയ ഫോട്ടോ, പിന്നെ അത് കഴിഞ്ഞ് അത് ഇങ്ങനെ ചെയ്തത്, എല്ലാ ഫോട്ടോ ഇങ്ങനെ ഓരോന്ന് അതിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ, പിന്നെ നാളെ ഇങ്ങനെയെല്ലാം നിങ്ങൾ ഫോട്ടോ പലതും പോസ്റ്റ് ചെയ്യുന്നു. ഈ കൊച്ചു വലുതായിട്ട് 10-20 കൊല്ലം കഴിഞ്ഞ് ഈ ഫോട്ടോസ് കാണുമ്പോൾ ആ കുട്ടി ഹാപ്പി ആയിരിക്കുന്നാണോ നിങ്ങൾ വിചാരിക്കണേ? ആണോ? ഇനി അതിൽ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് ഒരു എന്താ പറയാ ബെഡിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, നിങ്ങൾ എല്ലാവരെയും ഞാൻ എന്ത് നല്ല പാരന്റാന്ന് കാണിക്കാൻ നിങ്ങൾ ചെയ്യാണ്. അതായത് മുമ്പ് അവൻ ബെഡ് വെറ്റ് ചെയ്തത്, ഇപ്പൊ ബെഡ് വെറ്റ് ചെയ്യാത്തത്, അവൻ നല്ല അടിപൊളിയായി, ഞാൻ അവനെ അങ്ങനെയാ വളർത്തുന്നേ എന്ന് കാണിക്കാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ ഫോട്ടോ, അവന്റെ കൂട്ടുകാരിൽ നിന്ന് അവൻ എന്തോരം കളിയാക്കലുകൾ കിട്ടും എന്നാലോചിക്ക്. നാളെ വലുതായി കഴിഞ്ഞ് ഈ ഫോട്ടോ അവൻ കാണുമ്പോ അവനെ തന്നെ എന്തോരം അവൻ വെറുക്കും എന്നാലോചിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് നിങ്ങളുടെ ഫോണിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവിടെ സ്ഥിരമായിട്ട് കിടക്കും. ഇത് വേറെ ആരെങ്കിലും ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ജീവിതം നരക തുല്യമാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ പല രീതികളിലുള്ള ഇന്റർനെറ്റിൽ നമ്മൾ നേരിടാവുന്ന പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊന്ന് എത്രയോ പേര് സീരിയസ് ആയിട്ട് എടുത്ത് പല പ്രശ്നങ്ങളും പല പൈസയും നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പൊ അത് പലരിലും പറഞ്ഞു എല്ലാരെയും ബോധ്യപ്പെടുത്തിയിരിക്കുക ഡിജിറ്റൽ അറസ്റ്റ് ഇല്ലയാണ്. ഇതും ഇതേപോലെ ഒരാൾ ചെയ്തതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങളുടെ നമ്പേഴ്സ് അവർക്ക് കിട്ടുന്നത് ഇതുപോലെയാ. അപ്പൊ മക്കളോട് നിങ്ങൾ ബേസിക്കലി പറയേണ്ട ഒരു കാര്യം, സ്വന്തമായിട്ടുള്ള പേര്, ഫോൺ നമ്പർ, വീട്ടിന്റെ അഡ്രസ്സ്, പാസ്വേഡ്, ഇമെയിൽ ID ഇത്യാദി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, വെരി പേഴ്സണൽ ഇൻഫർമേഷൻ ഒരു കാരണവശാലും ഒരു ഡിജിറ്റൽ ഇതിനും കൊടുക്കരുത്. ഓൺലൈൻ ഒന്നിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യരുത്, എന്തു വന്നാലും. അതാണ് പലപ്പോഴും നമ്മൾക്ക് പല രീതികളിലുള്ള പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ മറ്റുള്ളവരോട് നിങ്ങൾ ഓൺലൈനിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്തിരിക്കുന്നതും ഒരാളാണ്. ആ ബഹുമാനത്തോടു കൂടിയും ആ റെസ്പെക്റ്റോടു കൂടിയും മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ അയാളെന്തോ അതുകൊണ്ട് എന്തു വായ തോന്നിയതും വിളിച്ചു പറയാം എന്ന് വിചാരിച്ചാൽ നമ്മൾ കഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും മറ്റേ ഭാഗത്തിരിക്കുന്ന ആളെ നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറയാം. വൃത്തികെട്ട വാചകങ്ങൾ എഴുതാതിരിക്കുക. ആരെക്കുറിച്ചും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതണം എന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. നെറ്റിൽ അത് എഴുതിയാൽ നിങ്ങൾക്ക് അത് ഫുട് പ്രിന്റ് ആയിട്ട് മാറും. നിങ്ങളുടെ നിന്ന് മാത്രമേ അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതിനെല്ലാം മേലെ ഈ ഫോണിന്റെ ഉപയോഗവും അതിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നല്ല മക്കളെ വളർത്താൻ, അവരെ സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ ഏറ്റവും വാത്സല്യത്തോടു കൂടി അവരെ നോക്കുക, സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിച്ച് ഒരു 20 മിനിറ്റ് അവരുടെ കൂടെ ഇരിക്കുക. നിങ്ങളുടെ ദിവസങ്ങളെ പറ്റിയിട്ട് അവരോട് പറയാം, അവരുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. അത് കുറ്റപ്പെടുത്താനോ അവരെ ജഡ്ജ് ചെയ്യാനോ അവർക്ക് അബദ്ധം പറ്റിയതിനെ പറ്റി കളിയാക്കാനോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിന് കൊള്ളാന്ന് പറയുന്നതായാലും ഇത്യാദി ഒന്നിനു വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മാമിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് അവരെ തിരുത്താൻ പറ്റണമെങ്കിൽ കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പേ കണക്ഷൻ ഉണ്ടാക്കുക, എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് ആ കുട്ടിയോട് എന്തും പറയാം, ആ കുട്ടി നമ്മളോടും എന്തും പറയാം. ആ വിശ്വാസം അതാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായിട്ട് ആ ഒരു ബന്ധം ഉണ്ടാവുമ്പോഴേ എന്ത് കാര്യത്തിനും ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കും, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ വിളിക്കും, എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കും എന്നൊരു കുട്ടിക്ക് ഉറപ്പായിട്ട് എവിടെയും പറയാൻ പറ്റണം. ആ രീതിയിലുള്ള അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. അതേ സമയത്ത് അവരെ ആ അതിർവരമ്പിനുള്ളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഇതൊക്കെ നിങ്ങൾ അവരോട് സംസാരിച്ച് ബന്ധം, ഞാൻ പറഞ്ഞില്ലേ, കണ്ണിൽ നോക്കി സംസാരിച്ച് അവരോട് ആ ആത്മബന്ധം ഉണ്ടാക്കിയ എന്തും നിങ്ങൾക്ക് അവരോട് പറയാം. ആ ഒരു ലെവലിലേക്ക് ആ റിലേഷൻഷിപ്പ് വളരും. ഇതൊന്നും വളരാതെ ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ പടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ പൂർണ്ണമായി ഉൾക്കൊണ്ട്
അവരാരാ എന്താന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പാരന്റ് ആവാൻ പറ്റട്ടെ. നിങ്ങളുടെ മക്കളൊക്കെ ഏറ്റവും ഹാപ്പിയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മക്കളായി വളരാൻ അത് ഉപകരിക്കട്ടെ. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവരോടും ഒരുപാട് താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഡത്തോട് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കമന്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കാം. ആരെങ്കിലും ഒരു കമന്റ് പറയോ? എന്താണ് നമുക്ക് കേട്ടതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർത്തിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെന്റ്സോ ഉണ്ടെങ്കിൽ പറയാം. ഇതുവരെ കേട്ടത് നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്ന് പറഞ്ഞതിൽ എന്താണ് ശാന്തിക്ക് ഇഷ്ടപ്പെട്ടത്? മാം പറഞ്ഞത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുട്ടികളെ വിളിച്ചിരുത്തി ഒന്നിച്ചിരുന്ന് നമ്മള് പാരന്റ്സും കുട്ടികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ ഒന്ന് പറഞ്ഞത് കണ്ണിൽ നോക്കി സംസാരിക്കുക. അതാണ് ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഇത് കിട്ടിയത് അതാണ്. കാരണം അത് ഇപ്പം മാം പറഞ്ഞത് ശരിയാണ്, നമുക്ക് സമയം കിട്ടാറില്ല. പൊതുവെ പറഞ്ഞത് അങ്ങനെയാ, ശരിയാണത്. ഒരു പാരന്റിനും ഈ ലോകത്തെ ഒരു പാരന്റിനും ആ കുട്ടികളെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള സമയം ഇല്ല. അത് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു മെസ്സേജാണ് തന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അവർ വന്നിട്ട് അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മളപ്പോ ആന്ന് പറയും, അല്ലെങ്കിൽ എന്താന്ന് പറയും, അല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ അത് മിക്കവാറും 100% അങ്ങനെ തന്നെയാണ് എല്ലാ വീടുകളിലും സംഭവിക്കുന്നത്. പക്ഷെ അത് മാം പറഞ്ഞു തന്നത് നല്ലൊരു മെസ്സേജായി. താങ്ക് യു മാം. ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു ശാന്തി. നിങ്ങൾക്ക് അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേയില് ഈ ഇതിനെ പറ്റിയിട്ട് എന്താണ് സൈബർ സെക്യൂരിറ്റിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഡിജിറ്റൽ വേൾഡ് ഉപയോഗിക്കാൻ പറ്റാന്നുള്ളതിന്റെ ക്ലാസ് അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേയുടെ അന്ന് ഇതേപോലെ 7 മുതൽ 8 വരെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. മാം വളരെ താങ്ക് യു മാം. താങ്ക് യു മാം. തുടങ്ങിയിട്ട് ഇതുവരെ ഇത് അവസാനിക്കുന്നത് വരെ ഒരു കാര്യം പോലും അതിൽ വേണ്ടാതായിട്ടില്ല. ഒരു വാക്ക് അത് വേണ്ടായിരുന്നു തോന്നാൻ മാത്രമല്ല, എല്ലാ കാര്യവും നമ്മളിവിടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മാഡം പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതിരിക്കാനും കഴിയില്ല. നമ്മളതിന്റെ കൂടെ തന്നെ എന്തായാലും പോവും. ഞാൻ പോയി ക്ലാസ് പലതും കേട്ടിട്ടുണ്ടാവാം, പക്ഷെ മാം പറഞ്ഞ ആ രീതികളും ആ എക്സാമ്പിളും ആ പറഞ്ഞ കണ്ടിന്യൂഷനും എല്ലാം ഏറ്റവും നല്ലൊരു പാരന്റിങ്ങിനെ പറ്റിയ ക്ലാസ്സാണ്. വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് അർഷാദ്. ഞാൻ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗ്രൂപ്പില് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തതാണ്. ക്ലാസ് അടിപൊളിയായിരുന്നു. നമ്മളിപ്പോഴത്തെ പാരന്റ്സിന് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഈ പാരന്റ്സിന് തീരെ സമയം കിട്ടുന്നില്ല. ഒന്നാമത് അതാണ് പ്രശ്നം. അപ്പോ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോ എന്തായാലും ഈ ഭക്ഷണം കഴിച്ച സമയത്ത് ഒരു 20 മിനിറ്റ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആ ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ കുട്ടികൾ ഒന്നുകൂടി ബെറ്റർ ആണെന്നാണ് മാമിന്റെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ തിരക്കിലാണ്. തിരക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളതായിട്ടുള്ള ഭാവി കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുന്ന ഒരു ഓട്ടത്തിലാണ്. അപ്പൊ അവരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ചില സമയം ടൈം കിട്ടിയെന്ന് വരില്ല. അതും ഭയങ്കര ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സമയം കണ്ടെത്തി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. അത് നിർബന്ധമാണ്. ഇതെല്ലാവരും എല്ലാ പാരന്റ്സും അതിന് ശ്രമിക്കുക. എല്ലാവർക്കും അതിന് ശ്രമിക്കാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ പറയാൻ. ഓക്കെ മാഡം, നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹായ് മാം. ഹായ്. ഹലോ.
ഹായ് മേഘ. ഹായ് മാം, മൈ നെയിം ഇസ് മേഘ മാം. ഞാൻ അല്പം വൈകിട്ടാണ് കയറിയത്. അതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഞാൻ മാമിന്റെ ക്ലാസ് കേട്ടെടുത്തോളം അത്ര എഫക്റ്റീവ് ആയിരുന്നു. മാം പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇന്നത്തെ കുട്ടികളിൽ, ഞാനൊരു പാരന്റ് അല്ല, പക്ഷെ ഞാൻ ഒരു അധ്യാപികയാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾ നമ്മൾ ഫേസ് ചെയ്യുന്ന, അവരുടെ ഒരു ഏജിലെത്തുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ലൈക്ക് പല പല സൈറ്റുകൾ വഴി അവര് മറ്റു മോശമായിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാതെ അവരുടെ ഏജിന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ ഏജിലുള്ള കുട്ടികളെ അവരെ നമുക്ക് ഏത് രീതിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അവരുടെ തോട്ട് മാറ്റിയിട്ട് അത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അവരെ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു രീതിയിലേക്ക് മാറ്റാം. അതിനെ പറ്റിയ കുറച്ച് സൊല്യൂഷൻസ് മാം പറഞ്ഞായിരുന്നു. ചില അക്കാഡമിക്സ്, അവരെ പല പല കോച്ചിങ് സെന്റേഴ്സിലൂടെ വരുന്ന അങ്ങനെയുള്ള ആ ഒരു പോയിന്റ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ. കാരണം എന്താ വെച്ചാൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്കും ഗൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഹൈസ്കൂൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പം എനിക്ക് ഇത്തരം പല പല, നമ്മളിപ്പോ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് പല കുട്ടികളും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ അവരെ ഗൈഡ് ചെയ്യാൻ കൂടി എനിക്ക് അത് യൂസ്ഫുൾ ആണ്. സോ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മേഘ. ഹലോ, ആ, ഞാൻ സിദ്ധാർത്ഥ്. പത്മനാഭനാണ്. എന്റെ ചെറിയ മകളുടെ മകനാണ് സിദ്ധാർത്ഥ്. 9th പഠിക്കുകയാണ്. ഇപ്പോ മാമിന്റെ നന്നായിരുന്നു ക്ലാസ്. വളരെ ഇതായി. ഇതിന്റെ ഒരു ചെറിയ റിസൾട്ട് കൂടി എനിക്ക് കിട്ടി. ചെറുപ്പനെ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു. അത് ആ സമയത്ത് അവൻ മറിമായം കാണാൻ ടൈം എടുക്കും. വേറൊന്നുമല്ല, മറിമായം ആണ് അവന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട്. അപ്പോ അത് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ നിർബന്ധിക്കാറില്ല. ഇത് മറിമായാണല്ലോ എന്ന് കണ്ടിട്ട് വിടാറാണ്. ഇപ്പൊ ഞാനത് എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ അവനോട് തന്നെ പറഞ്ഞു, ഇത് ഞാൻ മാമിനോടൊന്ന് പറയട്ടെ, എന്താ ആൻസർ കിട്ടുന്നത് നോക്കാന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തന്നോളാം. റിസൾട്ടും കിട്ടി. അതുകൊണ്ട് ഇപ്പൊ കംപ്ലൈന്റ് അല്ല, ഞാനൊരു ഇൻഫർമേഷൻ മാത്രമാക്കി പറയാം. താങ്ക് യു. മാം പറഞ്ഞ ടൈം റെസ്ട്രിക്ഷൻ, ഇപ്പൊ 6 മണിക്ക് ഉണരണം, ഇന്ന് അതില് എങ്ങനെയാ ഈ കുട്ടികളെ അങ്ങനെ വിടാൻ പറ്റുമോ മാം? നമുക്കൊരു ടൈം വേണ്ടേ അതിന്? എന്തിന്? ഇപ്പൊ ആ റെസ്ട്രിക്ഷൻസ് പറഞ്ഞല്ലോ. അപ്പൊ 6 മണിക്ക് ഉണരണം, 6:30 എന്നത് ചെയ്യാ, 7 മണിക്ക് എന്നത് ചെയ്യാ, അങ്ങനെ ഒരു ടൈം ടേബിൾ. അത് ഞാൻ അവരെ അങ്ങനെ നമ്മൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിന് ആണ് ഏറ്റവും നല്ലത് അവരുമായിട്ട് ഇരുന്നിട്ട് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളോട് ചോദിക്കുക, എത്ര മണിക്ക് അവർക്ക് എണീക്കാം, എത്ര മണിക്ക് അവർക്ക് പഠിക്കാം, എത്ര മണിക്കാണ് അവർക്ക് പോകേണ്ടത്, ആ സമയമെല്ലാം എഴുതുക. ഇതെല്ലാം എഴുതിയിട്ട് എത്ര മണിക്ക് അപ്പൊ എണീക്കണം, അത് അവരുടെയും കൂടി താല്പര്യത്തിൽ അവര് തന്നെ പറയുമ്പോ അവരത് ചെയ്യും. നിങ്ങൾ അവരെ നിർബന്ധിച്ച അവര് ചെയ്യില്ല. അല്ല, അത് മനസ്സിലായി. നിർബന്ധിക്കുമ്പോ ചെയ്യില്ല. പക്ഷെ നമ്മളങ്ങനെ ലൂസാക്കി വിടാൻ പാടില്ലല്ലോ എന്നുള്ളതാ. ഈ ചില കുട്ടികളെ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ 10 മണിയാകുമ്പോ അത് ഉറങ്ങിയിരിക്കും, അവിടെ ഉറങ്ങിയിരിക്കും. പക്ഷെ ഞാൻ അതിനൊരു ഇവന് 6:30 വരെ ഏറ്റവും കൂടുതൽ അതൊരു ഇതായിട്ട് 6:30 മോനെ എണീക്കണം എന്നുള്ളൊരു ഇതാ ചെയ്യാറ്. നമുക്ക് അങ്ങനെ ലൂസാക്കി വിടാനും പറ്റില്ലല്ലോ അവിടെ. രാത്രി എത്ര മണിക്കാണ് ഉറങ്ങുക? അത് 10 മണി കറക്റ്റ്. അപ്പൊ പിന്നെ അത് നല്ല സമയമാണല്ലോ. രാത്രി 10 മണിക്ക് ഉറങ്ങിയാൽ 6 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിക്കൂർ കിട്ടില്ലേ? 10 മണി കറക്റ്റ് ആയിട്ട് ഉറങ്ങും. 6 മണിക്ക് എണീക്കാം. രാവിലെ എക്സസൈസ് ചെയ്യാനോ ഇല്ല, അത് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനാക്കൂ. അപ്പൊ ദിവസത്തിൽ തന്നെ വേണ്ട ഫുൾ എനർജി അവന് കിട്ടും. അടുത്ത് വല്ല അമ്പലമോ കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നീന്താൻ കൊണ്ടുപോകും. നീന്തൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതൊരു ലൈഫ് സ്കില്ലും കൂടിയാണ്. അപ്പൊ അതും കൂടി പഠിക്കുകയാണെങ്കിൽ നല്ലതാ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈക്കിൾ ചവിട്ടാൻ പോവേ, എന്താണോ ആ കുട്ടിക്ക് ഇഷ്ടം, നമ്മൾ പറയല്ല, അവരുടെ ഇഷ്ടം. അങ്ങനെ ആവുമ്പോഴേ എല്ലാ ദിവസവും ചെയ്യുള്ളൂ. പിന്നെ 8 മണിക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പൊ 6 മണിക്ക് അതിനൊന്നും ഒരു സമയമില്ല. പിന്നെ കുളങ്ങളൊന്നും ഇപ്പം ഇവിടെ അടുത്തൊന്നും ഇല്ല. ഞങ്ങളുടെ അവിടെ തന്നെയാണ്. പിന്നെ ഫുട്ബോളിന്. ഓക്കെ മാഡം, ഇനി ആരെങ്കിലും ഡൗട്ട് കാര്യമായിട്ട് എന്ത് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. സമയം ഇതാവുന്നുണ്ടേ. ഞാൻ നേരത്തെ സംസാരിച്ചാണ്, ശാന്തിയാണ്. മാം, ഞാൻ എനിക്ക് ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടികൾക്ക് രക്ഷിതാക്കളോട് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതായത് ബഹുമാനം, അതായത് എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോഴോ രക്ഷിതാക്കളോടൊരു ബഹുമാനം ഇന്നത്തെ പിള്ളേർക്ക് ഇല്ല.
അത് നമ്മൾ അങ്ങോട്ടും അതുപോലെ തന്നെ ആയതുകൊണ്ടാവാം എന്നും ചിന്തിക്കാം. എപ്പോഴെങ്കിലും ഇപ്പൊ ഈ പാരന്റ്സിന് ഇതുപോലെ ഞങ്ങൾക്ക് ഓരോ മീറ്റിംഗ് തരുന്നത് പോലെ പിള്ളേർക്ക് എപ്പോഴെങ്കിലും നമ്മൾ 8 മണി വരെയാണ് സമയം പറഞ്ഞിരുന്നത്. ഇപ്പം 8:25 ആവുന്നു. കുറച്ചധികം സമയം പോയിട്ട്, പക്ഷെ സമയം പോയത് ആരും അറിഞ്ഞില്ല. ആരും തന്നെ അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഫിറ്റ് ആയിട്ടൊന്നുമില്ല. ഇരുന്നവരൊക്കെ കേൾക്കുന്നുണ്ട്. വളരെ സന്തോഷം. നല്ല ഒരു ക്ലാസ് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ അതൊരു വലിയൊരു അസറ്റാണ്. ശരിക്കും ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒരു ഓർമ്മപ്പെടുത്തല് ആയിരുന്നു. ആ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ പോലും നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നുള്ളതും കൂടി ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് മാം പറഞ്ഞും പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇപ്പൊ മാമിന്റെ സ്പീച്ച് പലരും കേട്ടൊക്കെ പോയിട്ടേ ഉള്ളൂ. നിങ്ങളിപ്പോ ലോഗിൻ ചെയ്തിരിക്കുന്ന അവിടെ തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ നമുക്ക് ഈ റെക്കോർഡഡ് വേർഷൻ ഇതിനകത്ത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണാം. അത് ബാക്കിയുള്ളവരോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ പരിചയക്കാരോടും ഒക്കെ പറയാം. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി അത് കാണാൻ പറ്റും. ഇങ്ങനത്തെ നമ്മളൊരു സീക്വൻസ് ആണ്, നമ്മൾ ഡിസംബർ വരെ പോകുന്ന ഒരു സീക്വൻസ് ആണ് ഈ പാരന്റിങ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും വിനിയോഗിക്കുക. അതിനകത്ത് നമ്മൾ പ്രത്യേകം കണ്ടല്ലോ, നിങ്ങളാരും പൈസയൊന്നും കൊടുത്തിട്ടല്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് എല്ലാവരും ഇത് കാണുക. ജീവിതത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേപോലെ മറ്റൊരു കാര്യം, അടുത്ത ഓഗസ്റ്റ് 8 ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സൈബർ സേഫ്റ്റിയും അതുപോലെ ലീഗൽ അവയർനെസ്. ഇപ്പോൾ മാം പറഞ്ഞു പോയ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ സൈബർ ബുള്ളിങ്, അതേപോലെ ഷെയർ റെന്റിങ്, ഓൺലൈൻ ഗ്രൂമിങ്, ഇപ്പോൾ തുടങ്ങിയ പുതിയ ടെക്നോളജി പദങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്നൊന്ന് പരിചയപ്പെടാനും ഇതിനെ എങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഈ കുട്ടികൾ ഒരുപാട് കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മളൊക്കെ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നുണ്ട് ഈ ഡിജിറ്റൽ മീഡിയ വഴി. അതെങ്ങനെയാണ് പോവുക, അതിനെ എങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത സെഷനിൽ, അതായത് ഓഗസ്റ്റ് 5 ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കേൾക്കാം. കുറച്ചുകൂടെ ടെക്നോളജി സൈഡിലായിട്ടും അതെങ്ങനെയാണ്, ഇപ്പൊ ഡിജിറ്റൽ ഫുട് പ്രിന്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഡിജിറ്റൽ ഫുട് പ്രിന്റ് എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കൃത്യമായിട്ട് ബോധം ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ, നമുക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ഡിജിറ്റൽ മീഡിയ വഴി പോകാൻ പാടുള്ളൂ, അല്ലാത്തത് പോകാൻ പാടില്ല. അതൊക്കെ നമ്മളെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു സെഷനാണ് അടുത്ത 5 വരുന്നത്. അത് നമ്മുടെ ഡയറ്റിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന ഡോക്ടർ ജോർജ് ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹമാണ് നമുക്ക് ആ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം നിർബന്ധമായിട്ട് എല്ലാവരും അതിനകത്ത് അറ്റൻഡ് ചെയ്യണം. കാരണം ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, അതിനകത്തുണ്ട്, കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. പിന്നെ നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു ഭയമുണ്ട്. ആ ഭയത്തിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ പ്രീകോഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെ ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതേപോലെ ഇപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എന്റെ ഇൻബൈറ്റ് അക്കാഡമിയുടെ പേരിൽ വളരെ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും നേരം വളരെ മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചിരിക്കുന്ന മാഡത്തിനോട് നന്ദി പറയുന്നു. അത് നന്ദി പറയുന്നത് ഫോർമലാണെന്നറിയാമെങ്കിൽ പോലും നമുക്ക് വലിയ വലിയ ഉപദേശങ്ങളാണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നാളെ വൈകുന്നേരം മുതൽ, അതായത് ചൊവ്വാഴ്ച രാവിലെ മുതൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ ഈ റെക്കോർഡഡ് വേർഷൻ പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. ഒരിക്കൽ കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറെ കൂടെ എഫക്റ്റീവ് ആവും. ഓക്കെ, എനിഹൗ എല്ലാവർക്കും ഇൻബൈറ്റ് അക്കാഡമിയുടെ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു.